തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. കോതമംഗലത്തെ 104 കുടുംബങ്ങൾക്ക് കൂടി പട്ടയ വിതരണം നടത്തി. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം താലൂക്കിലെ 140 കുടുംബങ്ങൾ കൂടി സ്വപ്ന സാഫല്യം. ചട്ടങ്ങളും നിയമപ്രശ്നങ്ങളും വനം വകുപ്പുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളും എല്ലാം പരിഹരിച്ച് കുട്ടമ്പുഴ വില്ലേജിലെ കല്ലോലിമേട് മണികണ്ഠൻചാൽ പ്രദേശത്തെ 69 കുടിയേറ്റ കർഷക കുടുംബങ്ങൾക്ക് ഇന്ന് പട്ടയം അനുവദിച്ചു. കോതമംഗലം സ്പെഷ്യൽ തഹസീൽദാർ ഭൂമി പതിവ് കാര്യാലയത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ആദ്യഘട്ടത്തിൽ ഇത്രയും പട്ടയങ്ങൾ ലഭ്യമാക്കിയത്. ഇതിനു പുറമെ കോതമംഗലം താലൂക്ക് ഓഫീസിൽ തയ്യാറാക്കിയ 35 പട്ടയങ്ങളും വിതരണം ചെയ്തു. കുട്ടമ്പുഴ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച കോതമംഗലം താലൂക്ക് തല പട്ടയ വിതരണം ഓൺലൈനായി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ഈ മേഖലയിലെ രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഒക്കെ ആവശ്യപ്പെടാനും നമുക്ക് ആരംഭിക്കാനായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടമ്പുഴ വില്ലേജിലെ കല്ലേരിമേട്, മണികണ്ഠൻചാൽ തുടങ്ങിയ പ്രദേശത്തെ കുടിയേറ്റ കർഷകർക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി പൂർത്തീകരിക്കാനായ ഏറ്റവും പെട്ടെന്ന് നമ്മുടെ ഈ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ നമുക്ക് സാധിക്കും. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പട്ടയങ്ങൾ വിതരണം ചെയ്തു. അതുകൊണ്ടാണ് ആദ്യഘട്ടമെന്ന് നമ്മൾ സൂചിപ്പിച്ചത്. ആദ്യഘട്ടമായിട്ടാണ് പ്രദേശത്ത് 69 പേർക്ക് ഇന്ന് പട്ടയം കൊടുക്കുന്നത്. അപ്പൊ അർഹരായ മുഴുവൻ പേർക്കും കല്ലേരിമേടും മണികണ്ഠൻചാൽ പ്രദേശത്ത് അടക്കമുള്ളവർക്കും നമ്മൾ പട്ടയം കൊടുക്കും. ആ നിലയിൽ തന്നെ ഇച്ഛാശക്തിയോടുകൂടി തന്നെയാണ് കേരളത്തിൽ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ നല്ല നിലയിൽ സർക്കാർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കോതമംഗലം താലൂക്കിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ജില്ലാ ഭരണകൂടവും ചുമതല വഹിച്ചിരുന്ന 2 കളക്ടർമാരും നമ്മുടെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ പ്രവർത്തിച്ചിരുന്ന രേഷന്മാരുടെ ഉൾപ്പെടെ ഇപ്പോഴത്തെ തഹസീൽദാർ എല്ലാം. കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് മുഖ്യ അതിഥിയായി, ജില്ലാ കളക്ടർ G പ്രിയങ്ക, കോതമംഗലം നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു, കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു, MBI ചെയർമാൻ EK ശിവൻ, സഹകരണ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ KK ശിവൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോമി തെക്കേക്കര തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.